പാലക്കാട് ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരായ വോട്ടിന് നോട്ട് പരാതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ എം.എസ്. മാധവിക്കുട്ടി. ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു മെസ്സഞ്ചർ വഴി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സിഒൻ്റെ കയ്യിലെത്തുമായിരിക്കും. ഈ വിഷയം ഇപ്പം ഓൾറെഡി പോലീസിൻ്റെ എൻക്വയറിയുടെ കീഴിലുള്ളതാണ്. സിഒൻ്റെ ഓഫീസിലും അത് ഫോളോ അപ്പ് ചെയ്യുന്നൊരു കേസാണ്. അപ്പം കൂടുതൽ ഞാൻ അതൊന്നും പറയുന്നില്ല. ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതിൻ്റെ പക്ഷേ എനിക്ക് ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് പറ്റില്ല. കൊടുത്തിട്ടുണ്ടോ റിപ്പോർട്ടിനൊപ്പം? അതെ സമർപ്പിച്ചിട്ടുണ്ട്. സാജിദ് അജ്മലാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാജിദ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാജിദ് വാർത്ത പുറത്തുവിട്ടിരുന്ന ഒരു സംഭവമൊക്കെ ബി.ജെ.പിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു അത്. അല്ലെങ്കിൽ ബി.ജെ.പിയുടെ വിജയപ്രതീക്ഷയെ ഒന്നാകെ നശിപ്പിച്ച ഒരു കാര്യം കൂടി എന്ന് വേണം പറയേണ്ടി വരും. ഇപ്പോൾ ഈ ജില്ലാ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക? ബി.ജെ.പിക്ക് അനുകൂലമായോ പ്രതികൂലമായോ എന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? വിനിഷ, ഈ കൊട്ടിക്കലാശം കഴിഞ്ഞ് നിശബ്ദ പ്രചരണത്തിന്റെ, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരം കേരളം മുഴുവൻ ചർച്ച ചെയ്ത വലിയൊരു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിൽ പ്രധാനമായും ഉള്ളത് ശോഭാ സുരേന്ദ്രനും അവരൊപ്പം ഉള്ള ആളുകളും സഞ്ചരിക്കുന്നു. അവർ ഈ മറ്റാളുകളോട് തട്ടിക്കയറുന്നു, പണം നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. ആദ്യം ശോഭാ സുരേന്ദ്രൻ ഈ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ വെച്ച് പറഞ്ഞത് ഈ ദൃശ്യങ്ങളൊന്നും തന്നെ ഈ പണം നൽകിയ സ്ത്രീ ആ ദൃശ്യങ്ങളില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. RDOയും ജില്ലാ കളക്ടറും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതായത് ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ മറ്റാളുകളുടെ, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ, പരാതി നൽകിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തൃശ്ശൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ AI ആണോ എന്നൊരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ആ ദൃശ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമമുള്ളതായി ഇല്ല. അത് ഏത് ഫോണിൽ എടുത്തതാണ്, ഏത് സമയത്ത് എടുത്തതാണ്, അതിൻ്റെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങൾ അടങ്ങിയ അത് ഒരു ഒറിജിനൽ വീഡിയോ എന്നുള്ള തരത്തിലുള്ള കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ ഒന്നും തന്നെ നൽകാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് അടക്കം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഇനി ചീഫ് ഇലക്ടറൽ ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് നടപടിയിലേക്ക് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, സാജിദ് അജ്മലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്.